തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ ആദ്യ മേയറായി വി രാജേഷ് ചുമതലയേറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ പല മാധ്യമങ്ങളും മുൻ DGP ഈയിടെ ബി.ജെ.പിയിൽ വന്ന ആർ ശ്രീലേഖ അവർ മേയറാവുമെന്ന് വ്യാപകമായി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് വ്യക്തം. ഈ സമയത്താണ് ഇത് സംബന്ധിച്ച വിവാദങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശ്രീലേഖ തൻ്റെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടി വട്ടിയൂർക്കാവ് MLA പ്രശാന്തിന്റെ MLA ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വീണ്ടും അത് വിവാദമാക്കിയിരിക്കുന്നത്. എന്തു തന്നെ ആയാലും എങ്ങനെയാണ് ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്, അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവർ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഒരു ഘട്ടത്തിലും ശ്രീലേഖയോട് മേയറായി പ്രവർത്തിക്കാൻ BJP ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒന്നാമത്തെ കാര്യം, BJPക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. BJP വിജയിക്കും എന്ന് BJPക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായി ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലർ ആകാൻ വേണ്ടി മാത്രമാണ് ശ്രീലേഖ മത്സരിച്ചത്. മേയർ ആവുമെന്ന ഉറപ്പിലാണ് ശ്രീലേഖ മത്സരിച്ചത് എന്ന ഒരു പ്രചരണം തികച്ചും തെറ്റാണ്. പിന്നീട് നടന്ന സംഭവങ്ങളാണ് ഏറ്റവും ഉദ്വേഗജനകമായത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു പേരുമായി ഡൽഹിയിലേക്ക് പോവുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ രാജീവ് ചന്ദ്രശേഖറിനോട് ചോദിക്കുന്നത് എന്താണ് ഇവരുടെ യോഗ്യത എന്നാണ്. ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അവർ IPS കാരിയാണ് എന്ന് പറയുന്നത്. അപ്പം IPS ഒക്കെ അവിടെ നിൽക്കട്ടെ, പാർട്ടിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം ശ്രീലേഖ ഈയിടെയാണ് പാർട്ടിയിൽ വന്നത്. അവർക്ക് ഈ അടുത്ത കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ചുമതല കൊടുത്തു എന്നതല്ലാതെ അവരാകെ പാർട്ടിയിൽ നടത്തിയ പ്രവർത്തനം തിരുവനന്തപുരത്ത് ശാസ്തമംഗലം വാർഡിൽ BJPയുടെ ഇലക്ഷൻ പ്രവർത്തനം, സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വന്തം പ്രവർത്തനം അവർ നടത്തി എന്നതല്ലാതെ മറ്റൊരു കോൺട്രിബ്യൂഷനും അവർക്ക് BJPക്ക് അവർ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ BJPയുടെ കോർ കമ്മിറ്റിയോ അതേപോലെയുള്ള പാർട്ടിയുടെ ഉന്നതമായ പദവികൾ തീരുമാനിക്കുന്ന വിധത്തിൽ സംസ്ഥാന കോർ കമ്മിറ്റിയോ ജില്ലാ കോർ കമ്മിറ്റിയോ കൂടി ഇങ്ങനെ ഒരു പേര് ചർച്ച ചെയ്തിരുന്നുവോ എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം പറയാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ മേയർ തിരഞ്ഞെടുപ്പിൽ BJP കൗൺസിലർമാരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം സംസ്ഥാന നേതൃത്വത്തിന് പറയാനുണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനമായ മറ്റൊരു ചോദ്യം BJP കേന്ദ്ര നേതൃത്വം ചോദിച്ചത്, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് RSSന്റെ പ്രധാനപ്പെട്ട ഘടകവുമായി ഒരു ചർച്ച നടത്താറുണ്ട്, അങ്ങനെ എന്തെങ്കിലും കൺസൾട്ടേഷൻ നടത്തിയിരുന്നോ എന്ന ചോദ്യത്തിനും തൃപ്തികരമായ ഉത്തരം സംസ്ഥാന നേതൃത്വത്തിന് പറയാനുണ്ടായിരുന്നില്ല. തുടർന്നാണ് വി രാജേഷിനെ മേയറായിട്ട് തീരുമാനിക്കാൻ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ പ്രകടമായ മറ്റൊരു വസ്തുത, BJP സംസ്ഥാന നേതൃത്വം യാതൊരു വിധത്തിലുള്ള തീരുമാനവും നേരത്തെ ശ്രീലേഖയുടെ കാര്യത്തിൽ എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ശ്രീലേഖയ്ക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും കൊടുത്തിരുന്നില്ല. ഇനി പാർട്ടി അറിയാതെ, പാർട്ടിയുടെ കോർ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകമോ അറിയാതെ ശ്രീലേഖയോട് ആരെങ്കിലും താങ്കൾ മേയറായി വരണം എന്ന് പറഞ്ഞോ എന്നുള്ള കാര്യവും അറിയില്ല. ഒരു പക്ഷേ സത്യപ്രതിജ്ഞാ ദിവസം ശ്രീലേഖ ചടങ്ങ് പൂർത്തിയാവാതെ നേരത്തെ ഇറങ്ങി എന്നുള്ള വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് സംബന്ധിച്ച വിഷ്വലുകളൊക്കെ കാണിക്കുകയും ചെയ്ത സമയത്ത് തന്നെ പലർക്കും മനസ്സിലായിരുന്നു ശ്രീലേഖയ്ക്ക് അതൃപ്തിയുണ്ട്. അതിൻ്റെ അർത്ഥം താൻ മേയറാവും എന്ന സൂചന ശ്രീലേഖയ്ക്ക് ആരിൽ നിന്നോ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതാരാണ് നൽകിയത് എന്നാണ് ഇപ്പോൾ BJP നേതൃത്വം അന്വേഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി എത്തിച്ചത്, അതായത് മേയർ സ്ഥാനത്തേക്ക് ഒരു തർക്കമുണ്ടാവുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ പിറകിൽ, ഈ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. കാരണം ശ്രീലേഖയെ മേയറാക്കുമെന്ന് ഒരു ഘട്ടത്തിലും ഒരു വേളയിലും പാർട്ടി ഒരു ഫോറത്തിലും മാധ്യമങ്ങളോടോ ഒരു തീരുമാനവും എടുത്തിരുന്നില്ല എന്നാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ ആരും ശ്രീലേഖയെ മേയറാക്കാൻ തീരുമാനിക്കാതിരിക്കെ താൻ മേയറാകും എന്ന് ഈയിടെ മാത്രം പാർട്ടിയിൽ വന്ന
ശ്രീലേഖയ്ക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ആയിരക്കണക്കിന് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുക്കുന്ന നിരവധി സംസ്ഥാന ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയാണ്. അവിടെയൊക്കെ നൂറുകണക്കിന് IAS-കാരും IPS-കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു IPS എന്നൊരു പദവി കാണിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണം കിട്ടുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് പാർട്ടിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രകടനം നടത്തുന്നതിന് പരിചയസമ്പന്നരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് ശ്രീലേഖയുടെ പേര് പ്രചരിപ്പിച്ചു, അതിന്റെ പിറകിൽ ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടോ എന്നും പാർട്ടി പരിശോധിക്കുന്നതായാണ് അറിയുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കല്ലുകടി തന്നെയാണ് മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നുള്ളത് വ്യക്തം. കാരണം BJPയിലെ ഏതാണ്ട് എല്ലാ കൗൺസിലർമാരും VV രാജേഷ് തന്നെ വരണം. കാരണം പരിചയസമ്പന്നരായ ആളാണ്. ഇതുവരെ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് കോർപ്പറേഷനിലെ CPM-ന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആളാണ് രാജേഷ്. അതുകൊണ്ട് രാജേഷ് തന്നെ വരണമെന്നാണ് പാർട്ടിയിലെ ഭൂരിഭാഗം ആളുകളുടെ ആഗ്രഹമെങ്കിലും അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ തീരുമാനം എടുത്തിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചില പേരുകൾ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചോ എന്നുള്ള കാര്യവും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്.